നമുക്കൊപ്പം പ്രേംനാഥ് ചേരുന്നുണ്ട് മേപ്പാടി ക്യാമ്പിൽ നിന്ന്. പ്രേംനാഥ്, നമസ്കാരം. ക്യാമ്പിൽ എങ്ങനെ പോകുന്നു ജീവിതം? സുഖമായിണോ? ഇപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഭേദപ്പെട്ടോ? എവിടെ ഭേദപ്പെടുന്നു സാർ? വളരെ മോശമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രേംനാഥ്, എത്ര പേരുണ്ട് പ്രേംനാഥിന്റെ കുടുംബത്തിൽ ഇപ്പോൾ ക്യാമ്പിൽ കഴിയുന്നത്? ഞങ്ങളെ കുടുംബത്തിൽ ഒരുപാട് പേര് കഴിയുന്നുണ്ട്. ഞാൻ, എൻ്റെ അനിയന്, പിന്നെ എൻ്റെ അമ്മാവൻ്റെ അമ്മായി പോയി, അമ്മാവൻ്റെ മക്കളുണ്ട്, അങ്ങനെ കുറേ പേര് ഉണ്ട്. പ്രേംനാഥിന്റെ വീടിന്റെ അവസ്ഥ എന്താ ഇപ്പോൾ? എൻ്റെ വീടിന് വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാലും ഈ ഞങ്ങളാ പ്രദേശത്ത് ആ ഭാഗത്ത് താമസിക്കാൻ പറ്റില്ല എന്നാണ് കേൾവി. ശരിക്കും അറിയുന്നില്ല. നമുക്ക് ഓരോരുത്തരും എന്തൊക്കെയാണ് പറയുന്നത് നമുക്ക് തന്നെ അറിയുന്നില്ല. ഓരോരുത്തർ വരുന്നു, ഓരോന്ന് പറഞ്ഞു പോകുന്നു. എന്താണ് എന്നുള്ള വ്യക്തമായ ഒരു ധാരണ ഞങ്ങൾക്ക് ഇതുവരെയായിട്ട് കിട്ടുന്നില്ല. പ്രേംനാഥ്, അതിന്റെ പഠനം നടക്കുന്നതേ ഉള്ളൂ. അതൊരു ഒരാഴ്ച കൂടി അതിന്റെ പഠനം എടുക്കും. 5-6 ദിവസങ്ങൾ കൊണ്ട് ആ പഠനം പൂർത്തിയാക്കാനാണ് ദൗത്യസംഘത്തിന് കൊടുത്തിരിക്കുന്ന ഉത്തരവ്. അപ്പോൾ ആ പഠനം നടന്നതിന് ശേഷം മാത്രമേ ആവാസയോഗ്യമാണോ അല്ലയോ എന്ന് നമുക്ക് തീർപ്പ് കൽപ്പിക്കാൻ പറ്റൂ. പക്ഷേ ഇനിയിപ്പോൾ നിങ്ങൾ എന്തായാലും ക്യാമ്പിൽ നിന്ന് വാടക വീട്ടിലേക്ക് മാറണ്ടേ? ഏതെങ്കിലും വീടുകൾ കണ്ടെത്തിയിട്ടുണ്ടോ? 6000 രൂപ സർക്കാർ തരാം എന്നിപ്പോൾ ഉറപ്പ് നൽകിയിട്ടുണ്ട്, ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. അത് അല്പം ആശ്വാസം നൽകുമല്ലേ? നൽകുന്നൊക്കെ പ്രതീക്ഷിക്കും. പക്ഷെ ഞങ്ങൾക്ക് ഈ അവസ്ഥ പറഞ്ഞാൽ പുത്തുപോലത്തെ അവസ്ഥ ആകരുത്. അതാണ് നമ്മളെ ആവശ്യം. എന്താ വെച്ചാൽ ഞങ്ങൾ ഒരുപാട് പേര് അവിടെ ലോണുകൾ എടുത്തിട്ട് വീട് കെട്ടിയിട്ടുണ്ട്. ഞാനടക്കം ലോൺ എടുത്തിട്ട് വീട് പകുതിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ സ്വർണം പണയം വെച്ചിട്ട് വീട് പൈസ തികയാഞ്ഞിട്ട് സ്വർണം വെച്ചിട്ടുണ്ട്. പിന്നെ വണ്ടികൾക്ക് ലോണുണ്ട്. ഇതൊന്നും സർക്കാർ മൊറട്ടോറിയം ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല. ലോൺ എഴുതി തള്ളിയിട്ടില്ല. ജനങ്ങൾ ഞങ്ങൾ എവിടെ പോകും? കേരള ഗവൺമെന്റ് ബാങ്കിൽ നിന്നാണ് ഞാൻ കേരള ബാങ്കിലെ പ്രേംനാഥിന്റെ ലോൺ എഴുതിത്തള്ളും. ഇന്നലെ ഞാൻ വൈസ് പ്രസിഡന്റുമായി സംസാരിച്ചു. അത് കേരള ഗവൺമെന്റ് ബാങ്ക് ഉണ്ടല്ലോ, നമ്മളെ ചൂരൽമലയിൽ 2 ബാങ്ക് ഉണ്ട്. ഗ്രാമീൺ ബാങ്ക് ആയിരിക്കും ഉദ്ദേശിച്ചത് അല്ലേ? അതിലൊരു ബാങ്ക് കേരള ഗവൺമെന്റിന്റെ ബാങ്കാണ്. ഗ്രാമീൺ ബാങ്കിൽ ഞാൻ ലോൺ എടുത്തിട്ടുണ്ട്. ഗ്രാമീൺ ബാങ്കിന്റെ കാര്യം ഒരുപക്ഷെ മൊറട്ടോറിയം വന്നേക്കാം. പലിശരഹിത മൊറട്ടോറിയം പ്രഖ്യാപിക്കാനാണ് സാധ്യതയെന്ന് കേൾക്കുന്നു. പക്ഷേ ഏകദേശം 6.5 കോടി രൂപ വേണം. അത് സർക്കാർ വിചാരിച്ചാൽ എഴുതിത്തള്ളാം. ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ശരിയാണ് സാർ. പക്ഷേ ഞങ്ങൾക്ക് ഈ ഡേറ്റ് ആകുന്നതിന് മുന്നേ എഴുതി ഇത് മൊറട്ടോറിയം പ്രഖ്യാപിച്ചാലേ ഞങ്ങൾക്ക് കാര്യമുള്ളൂ. ഇതിപ്പോ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഈ മാസം എവിടുന്ന് എടുത്ത് പൈസ കൊടുക്കാനാണ് ഞങ്ങൾ? നിങ്ങൾ ഈ മാസം പൈസ കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല പ്രേംനാഥ്. കാരണം അത് ഞങ്ങൾ ഗ്രാമീൺ ബാങ്കിലെ പ്രതിനിധിയെ ഇന്ന് ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ബോർഡ് കൂടി ഒരു തീരുമാനം അറിയിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ അക്കാര്യത്തിൽ ഒരു ആശങ്കയും വേണ്ട പ്രേംനാഥ്. ഈ മാസം നിങ്ങൾ ആരും EMI അടയ്ക്കേണ്ടതില്ല. അത് നിങ്ങളുടെ സിവിൽ സ്കോറിനെയും ബാധിക്കില്ല. സർക്കാർ തന്നെ അതിനുള്ള ചില സൂചനകളൊക്കെ നൽകി കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ബാങ്കിൻ്റെ ഡയറക്ടർ ബോർഡ് ഒന്ന് കൂടട്ടെ. നമ്മളടക്കമുള്ള ആളുകൾ ഇതിന് പിന്നാലെ തന്നെ നിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഗ്രാമീൺ ബാങ്കും സൗത്ത് ഇന്ത്യൻ ബാങ്കും മറ്റു ബാങ്കുകളുമെല്ലാം കേരള ബാങ്കിൻ്റെ പാത പിന്തുടരും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. താങ്ക് യു പ്രവീൺ. ആ ആശങ്ക വേണ്ട കേട്ടോ. മാത്രമല്ല, പഠനം നടത്തി കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുന്ന മുറയ്ക്ക് ആ വീട്ടിൽ താമസിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നറിയാം. തൽക്കാലം എന്തായാലും വാടക വീട്ടിലേക്ക് മാറിക്കോളൂ. 6000 രൂപ സർക്കാർ നൽകുമെന്ന് ഉത്തരവ് വന്നിട്ടുണ്ട്. പുത്തുമലയുടെ ഒരു അവസ്ഥ ഉണ്ടാവില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാവരും ഉണ്ടല്ലോ പ്രേംനാഥ്. തീർച്ചയായിട്ടും താങ്ക് യു. മേപ്പാടിയിൽ നിന്നും പ്രേംനാഥാണ് നമുക്കൊപ്പം ചേർന്നത്. പ്രേംനാഥിൻ്റെ ആവശ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രേംനാഥിനെ പോലെ നിരവധി മനുഷ്യർക്ക് ബാങ്കിൽ നിന്ന്, ഗ്രാമീൺ ബാങ്കിൽ നിന്നും മറ്റു ബാങ്കുകളിൽ നിന്നും ലോൺ എടുത്ത മനുഷ്യരുണ്ട്. അവർക്ക് ആ പണമൊന്നും ഇനി തിരിച്ചടയ്ക്കാൻ കഴിയില്ല. അവർക്ക് പലിശരഹിത മൊറട്ടോറിയമല്ല, അത് സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് തന്നെ എഴുതിത്തള്ളേണ്ടതാണ്. അത് CMDRF ഫണ്ടിൽ നിന്ന് തന്നെ. നമ്മളൊക്കെ CMDRF ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ഈ മനുഷ്യർക്ക് സമ്മർദ്ദം കൊടുക്കാതിരിക്കാനാണ്. അവരെവിടെ നിന്ന് എടുത്ത് കൊടുക്കും? വീട് പോയി, വസ്തു പോയി, ഉപജീവന മാർഗം നഷ്ടപ്പെട്ടു. അവരാരോടും യാചിച്ചു വന്നതല്ല. അതവരുടെ അവകാശമാണെന്ന് നമ്മൾക്ക് അവരെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്.